ഹലോ മക്കളെ, വെൽക്കം ടു ഡാൻസ്. ഇന്ന് നമ്മൾ കൺസ്ട്രക്ഷൻ എടുക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ഷനെ കുറിച്ച് പറയാൻ എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിൽ ഞാൻ 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അതിൽ 3 എന്തായാലും എക്സാമിന് വരും, ഉറപ്പാണ്. അതിലൊരു 13-14 മാർക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് ഷുവറായിട്ട് നേടിയെടുക്കാൻ പറ്റും, ഉറപ്പാണ്. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, നിന്റെ അഹങ്കാരാണ് കുട്ടിക്കോ, റാൻസ് ആണ് പറയുന്നത്. ഉറപ്പായിട്ട് എന്ത് ചെയ്യും എക്സാമിന് വരും. നോക്കിക്കോ മക്കളെ, കൂടെ നിൽക്കണേ. ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ 14 മാർക്ക് ഷുവർ ആയിട്ട് കിട്ടും. ഓക്കെ, റെഡി അല്ലേ? നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഓക്കെ, നിൽക്കണേ, കൂടെ നിൽക്കണേ. ഓക്കെ, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കം റേഡിയസ് എന്താണ് 3.5 സെന്റിമീറ്റർ ആൻഡ് 2 ആംഗിൾ 50 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി അല്ലേ. ഓക്കെ, എന്നാ മലയാളം പറയാം. പരിവൃത്ത ആരം 3.5 സെന്റിമീറ്ററും 2 കോണുകൾ എന്താണ് 50 ഡിഗ്രി 70 ഡിഗ്രി ആയ ത്രികോണം വരയ്ക്കുക. ഓക്കെ, ഇത് ഒരു 4-3 മാർക്കിനുള്ള ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ, റെഡിയാണേ? അപ്പോൾ ഇത് എന്ത് വരയ്ക്കാനാ ക്വസ്റ്റ്യന്? ഇത് സർക്കം സർക്കിൾ വരയ്ക്കാനാ അല്ലേ? അതെങ്ങനെ എനിക്കിത് സർക്കം സർക്കിളാണെന്ന് മനസ്സിലായത്? ക്വസ്റ്റ്യനിൽ സർക്കം സർക്കിൾ എന്നൊന്നും പറഞ്ഞില്ലല്ലോ. അതെങ്ങനെ മനസ്സിലാവുന്നത്? സർക്കം സർക്കിൾ വരയ്ക്കാന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടോ? പരിവൃത്തം വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്ത് പറഞ്ഞു? സർക്കം റേഡിയസ്, പരിവൃത്ത ആരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? അത് സർക്കം സർക്കിൾ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, റെഡിയാണ്? നമുക്ക് മെല്ലെ നോക്ക്. സർക്കം സർക്കിൾ എന്ന് പറഞ്ഞതല്ലേ ഇതല്ലേ? സർക്കിളിന്റെ ഉള്ളിൽ ട്രയാങ്കിൾ വരുന്ന ഇതാണെന്ത്? ഇതാ സർക്കം സർക്കിൾ അല്ലേ. അപ്പോൾ 50 ഡിഗ്രി 70 ഡിഗ്രി ഇങ്ങനെ ആയിട്ട് നമുക്ക് വരയ്ക്കേണ്ടി വരും. എന്നാല് നമുക്ക് വരയ്ക്കാം അല്ലേ. അപ്പോൾ എൻ്റെ കയ്യിൽ കോമ്പസും ഇതൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലേക്കും വരയ്ക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോ കണ്ടിട്ട് ഞാൻ പറയുന്ന പോലെ ഒന്ന് വരച്ച് നോക്കണേ. ഓക്കെ, ഒരു പെന്നും കോമ്പസും സ്കെയിലൊക്കെ ആയിട്ട് ഇരിക്കണം കേട്ടോ ഈ വീഡിയോ കാണുമ്പോൾ. റെഡിയാണേ മക്കളെ? ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? 3.5 സെന്റിമീറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സർക്കിളാണ് അങ്ങോട്ട് വരച്ച് വെക്കുക. ഓക്കെ, സെറ്റ്. ഇനി ഇവിടെ നോക്കാം. നമുക്ക് തന്ന ആംഗിൾ എന്തൊക്കെയാണ്? 50 ഡിഗ്രി 70 ഡിഗ്രി അല്ലേ? ഈ 50 ഡിഗ്രിന്റെ 70 ഡിഗ്രിന്റെ എന്ത് ചെയ്യാനാണ് അങ്ങനെ അറിയോ? ഈ 50 ഡിഗ്രി ഇതിന്റെ ഡബിൾ എടുത്ത് വെക്കണം. 50 ഡിഗ്രിന്റെ ഡബിൾ എത്രയാടാ? 60. 50 പിന്നെ എന്താണ് 70 അല്ലേ അല്ലേ? 50 70 ഇതിന്റെ ഇരട്ടി എടുത്തേക്കണം. 50ന്റെ ഇരട്ടി എത്ര? 100 അല്ലേ? ഓക്കെ, 100 ഡിഗ്രി. 70ന്റെ ഇരട്ടി 140 ഡിഗ്രി. ഓക്കെ, റെഡി അല്ലേ? അത് എടുത്ത് വെക്കണം. ഇനി ഇവനെ വെച്ചിട്ടാണ് നമുക്ക് ഇനി ബാക്കി പരിപാടി നടത്താനുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യാറോ? ഇതല്ല നമ്മൾ സർക്കിളിന്റെ കേന്ദ്രം, സെന്റർ. അങ്ങോട്ട് എന്ത് ചെയ്യുക? നിങ്ങളൊരു വര ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കാം, ഒരു റേഡിയസ്. ഓക്കെ, റെഡിയാണേ? ഇനി എന്ത് ചെയ്യാറോ? ഈ 100 ഡിഗ്രി ഇല്ലേ, 100 ഡിഗ്രി അത് നമുക്ക് എന്ത് ചെയ്യണം? അത് ഇവിടെ എടുത്ത് വരയ്ക്കണം. അത് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രൊട്ടാക്ടർ ഇല്ലേ, പ്രൊട്ടാക്ടർ എന്ത് ചെയ്യുക? ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഈ സെൻറ്ററിൽ എന്ത് ചെയ്യണം? ഈ പ്രൊട്ടാക്ടർ ഇങ്ങനെ ഉണ്ടാവുക. പ്രൊട്ടാക്ടർ ഇങ്ങനെയല്ലേ ഉണ്ടാവുക അല്ലേ? ഇവിടെ എന്ത് വരും? അവിടെ 90 വരും. പിന്നെ എങ്ങനെ പോലെ 10, 20, 30 എങ്ങനെ പോലെ. അപ്പോൾ എന്ത് ചെയ്യുക? 100 ഡിഗ്രി എന്ത് ചെയ്യുക? നിങ്ങൾ 100 ഡിഗ്രി എന്ത് ചെയ്യുക? ഇതാ ഈ സാധനം ഈ സെന്റർ ഇവിടെ വെച്ചിട്ട് 100 ഡിഗ്രി എടുത്തിട്ട് ഏകദേശം ഇവിടെ വരും അല്ലേ? അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ 100 ഡിഗ്രി എന്ന് എഴുതണേ. 100 ഡിഗ്രി. ഓക്കെ, റെഡിയാണല്ലോ? സെറ്റ്. ഇനി എന്ത് ചെയ്യുക? ഇനി 140 ഡിഗ്രി ഈ പ്രൊട്ടക്ടർ എന്ത് ചെയ്യുക? നേരെ ഇവിടെ വെച്ചിട്ട് ഈ സെന്ററിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക? പ്രൊട്ടക്ടർ ഞാൻ ഇങ്ങനെ എടുക്കുന്നു, ഇവിടെ വെക്കുന്നു. എത്ര? 140 ഡിഗ്രി അല്ലേ? 140 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ വരും അല്ലേ? 140 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്യുക. അതങ്ങോട്ട് ജോയിൻ ചെയ്യാം. റെഡിയാണ് മക്കളെ? സെറ്റ് അല്ലേ? എടാ ഇനി എന്ത് ചെയ്യാറോ? ഇത് അങ്ങോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞാൽ അത് ഇത്ര 140 ഡിഗ്രി അല്ലേ? അത് മാർക്ക് ചെയ്യണേ. 140 ഡിഗ്രി ആണ്. ഇത് അങ്ങോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പരിപാടി കഴിഞ്ഞ് 3-4 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി ഒറ്റ പണിയും കൂടി ഉള്ളൂ. ഈ 100 ഡിഗ്രിന്റെ നേരെ ഓപ്പോസിറ്റ് എന്തേക്കാരോ ഇവിടെ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്യണം അല്ലെ? നമ്മൾ 50 ഡിഗ്രി 70 ഡിഗ്രിയിലുള്ള ട്രയാങ്കിൾ വരയ്ക്കാനല്ലേ പറഞ്ഞത്. ഈ 100ന്റെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഇവിടെ 50 ഡിഗ്രി ആയിരിക്കും. 140ന്റെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഓക്കെ, നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും അല്ലെ? 140ന്റെ നേരെ പോയി. ഓക്കെ, ഇത്ര എഴുതി വെച്ച് കഴിഞ്ഞാൽ അവിടെ പരിപാടി കഴിഞ്ഞ് ഇത്ര പണിയുള്ളൂ. ഇതെന്ത് ചെയ്യണം? നിങ്ങൾ വരയ്ക്കണേ കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എന്ത് ചെയ്യണം? ഒരു ബുക്കും പിന്നെ ഒരു കോമ്പസും സ്കെയിലായിട്ട് ഇരിക്കണം കേട്ടോ. ഓക്കെ, ഇത് റെഡി അല്ലേ? നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. ഓക്കെ, 5 പഠിപ്പിക്കും. അതിൽ 3 എന്തായാലും വരും. 13-14 മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഇത് ഉറപ്പാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഓക്കെ, ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് സൈഡ് 4 സെന്റിമീറ്റർ ആൻഡ് 3 സെന്റിമീറ്റർ. ഫുൾ സ്റ്റോപ്പ്. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ അല്ലേ? ഓക്കെ, ഞാൻ മലയാളം വായിക്കാം, എന്നിട്ട് ഞാൻ ഒന്നുകൂടി പറയാം. 4 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ വശങ്ങളുള്ള ചതുരം വരച്ച്
അതിന് തുല്യ പരപ്പളവുള്ള സമചതുരം വരയ്ക്കാല്ലേ. അതായത് ചോദ്യം എന്താ പറഞ്ഞാൽ ഈ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇത് എല്ലാവരും പറയല്ലേ, ഇത് എന്തായാലും വരും എന്ന് പറയുന്ന ചോദ്യമാണിത്. ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇത്. 5 മാർക്കിന് ഇത് ഷുവറാട്ടോ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ആ 5 3 5 3 എന്തായാലും വരില്ലേ. അതിൽ ഒന്നിവനാണ്. സാറേ അങ്ങനെയാണെങ്കിൽ മോഡലിന് വന്നില്ലല്ലോ. മോഡൽ വന്നിട്ടില്ല, പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, പബ്ലിക്കിന് എന്തായാലും വരും കേട്ടോ, എന്തായാലും വരും. ഓക്കെ, 5 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇത്. നിങ്ങളെ പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് രാവിലെ പേപ്പർ കിട്ടുമ്പോൾ അത് ഇതിലുണ്ടായിരിക്കും. ഓക്കെ, റെഡി ആണല്ലോ? നമുക്ക് ഇതെന്താ സംഭവം, 4 സെന്റിമീറ്റർ എന്ത് ചെയ്യണം? 4 സെന്റിമീറ്റർ വീതി നീളം, 3 സെന്റിമീറ്റർ വീതിയുള്ള ഒരു റെക്ടാങ്കിൾ വരച്ച് അതേ ഏരിയ ഉള്ള സ്ക്വയർ വരയ്ക്കാനല്ലേ പറഞ്ഞത്? അങ്ങനെയല്ലടാ പറഞ്ഞത്. അത് റെഡിയാണേ. അപ്പൊ നമുക്കൊന്ന് വരച്ചു വെക്കാം അല്ലേ. ഞാൻ ഇതിൽ നിങ്ങൾ കൂടെ വരയ്ക്കണേ, നിങ്ങൾ കൂടെ കോമ്പസ് സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കണേ. ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യണം, 4 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ഉള്ള ഒരു റെക്ടാങ്കിൾ വരയ്ക്കണം അല്ലേ. ഓക്കെ, റെഡി. നമ്മളെ ലെങ്ത് എന്താ, റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്താണ്? 4 cm അല്ലേ. 4 cm അല്ലേ. ഇതിന്റെ ഇതോ 3 സെന്റിമീറ്റർ എന്താണ് ഇതിന്റെ ഇവിടെ എടുത്ത് അല്ലേ. വീതി എത്രയാണ്? 3 cm ആണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, അതേപോലെ വരയ്ക്കാൻ അല്ലേ. ഏകദേശം റെക്ടാങ്കിൾ ആയില്ലേ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? ഇവിടെ 3 cm അല്ലേ, 3 സെന്റിമീറ്റർ അല്ലേ. അതെന്ത് ചെയ്യണം, നിങ്ങൾ ഇവിടെ സ്കെയിൽ വെച്ചിട്ട് ഇവിടുന്ന് 3 സെന്റിമീറ്റർ ഇങ്ങോട്ട് നീട്ടണം. 3 cm കൂടെ നീട്ടണം. ഇവിടെ 3 cm ആണ്, അപ്പോൾ 3 cm എന്ത് ചെയ്യണം, നിങ്ങൾ ഇങ്ങോട്ട് നീട്ടണം. ഓക്കെ, റെഡിയാണേ. ഇനി എന്താ പരിപാടി? ഇനി നിങ്ങളില്ലേ കോമ്പസ് എന്ത് ചെയ്യാറോ? കോമ്പസ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. കോമ്പസ് എന്ത് ചെയ്യുക, ഇവിടെ വെച്ചിട്ട് കോമ്പസ് ഇവിടെ വെച്ചിട്ട് ഏകദേശം പകുതിയിൽ കൂടുതൽ എടുത്തിട്ടില്ലേ, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അതേപോലെ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ഇനി കോമ്പസ് ഇളക്കല്ലേ. അതേ കോമ്പസ് അതന്നെ ഇളക്കാതെ തന്നെ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ ചാപത്തിന് എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. ഓക്കെ, റെഡി ആണല്ലോ. ഇതങ്ങോട്ട് എന്ത് ചെയ്യുക, ഇതങ്ങോട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, ഇതുവരെ ഒക്കെ ആണല്ലോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യാറോ, ആ കോമ്പസ് എന്ത് ചെയ്യുക, കോമ്പസ് ഇവിടെ വെച്ചിട്ട് ഈ അറ്റത്തും കൊണ്ട് കൂട്ടിപ്പിടിച്ചിട്ട് ഒരു സെമി സർക്കിൾ അങ്ങോട്ട് വരയ്ക്കുക അല്ലേ. എങ്ങനെ വരുടാ? ഇങ്ങനെ വരും അല്ലേ. ഇങ്ങനെ വരില്ലേ. സെമി സർക്കിളായി നമ്മൾ ഏകദേശം പരിപാടി കഴിയാനായി. ഇനി എന്താരോ, ഇതായിരിക്കും എന്താരോ നമ്മളെ സ്ക്വയറിന്റെ ഒരു സൈഡ്, നമ്മളെ സമചതുരത്തിന്റെ ഒരു വശം എന്തായിരിക്കും, ഇതാണ് നമ്മളെ സമചതുരത്തിന്റെ ഒരു വശം. ഇത്. ഓക്കെ, ഇനി അതെന്ത് ചെയ്യുക, അതൊന്ന് സ്ക്വയർ ആക്കേണ്ട, ഒരു സമചതുരാക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മളെന്ത് സമചതുരത്തിന്റെ ഒരു വശം, അതൊന്ന് സമചതുരാക്കേണ്ട ഒറ്റ പണിയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ അളവ് കോമ്പസിൽ വെച്ച് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ അങ്ങോട്ട് ഒരു ആർക്ക് വരയ്ക്കുക അല്ലേ. ഈ അളവ് എടുത്തിട്ട് കോമ്പസ് വെച്ചിട്ട് ഇവിടെ ആർക്ക് വരയ്ക്കുക. ആ കോമ്പസ് ഇളക്കല്ലേ, അത് അങ്ങനെ തന്നെ വെച്ചോ. എക്സാമിന് പോകുമ്പോൾ നല്ല കോമ്പസ് ആയിട്ട് പോണേ. മറ്റേ സ്ക്രൂ ലൂസുള്ള സാധനമൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ നല്ല പണി വിടും. ഇത് എന്തായാലും വരുന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി നീട്ടാം. ഓക്കെ, ആ കോമ്പസ് ഇളക്കല്ലേ. അത് അതേപോലെ തന്നെ അതേ അളവിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളിതാ ഈ പോയിന്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെയും ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, ഇനി അതേപോലെ ഇവിടെ വെച്ചിട്ട് കോമ്പസ് ഇളക്കല്ലേ വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് കട്ട് ചെയ്യുക. അതങ്ങോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്ക്വയറായി. ഇതങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 മാർക്ക് അവിടെ വെക്കും. എന്ത് പണിയാടാ ഇതുള്ളത്? 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, റെഡി ആണല്ലോ. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഒരു പണിയില്ല. ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ 3 cm ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നതനുസരിച്ച് നിങ്ങൾ അത് മാറ്റേണ്ടി വരിക. ഇവിടെ നീട്ടുക. പിന്നെ എന്ത് ചെയ്യുക, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. പിന്നെ ഒരു സെമി സർക്കിൾ വരയ്ക്കുക. ഇത് ഇങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞാൽ ഇതാണെന്ത്, നമ്മളെ സ്ക്വയറിന്റെ ഒരു സൈഡ്. പിന്നെ അത് സ്ക്വയർ ആക്കേണ്ട പണി മാത്രമേ എനിക്കുള്ളൂ. ഓക്കെ, റെഡിയാണേ. പിന്നെ ഇത് വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ വരലുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്ക്. ഇവിടെ എന്ത് തന്നിക്കണ്, നമുക്ക് വരയ്ക്കേണ്ട റെക്റ്റാങ്കിളിന്റെ എന്ത് തന്നിട്ടുണ്ട്, ലെങ്ത്തും എടുത്ത് തന്നിട്ടുണ്ട് അല്ലേ, സൈഡ് വശങ്ങൾ തന്നെ. പക്ഷെ എന്താരോ 2000 കഴിഞ്ഞ കൊല്ലം ചോദിച്ച ക്വസ്റ്റ്യനിൽ എന്തില്ലാരോ, ഈ വശങ്ങളുടെ നീളം തന്നിട്ടില്ല. എന്താ തന്നറിയോ, ഏരിയ. ഇങ്ങനെയാ തന്നെ ക്വസ്റ്റ്യൻ. ഏരിയ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കില്ല. ഏരിയ എന്താരോ 20 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്നാണ് 2023 മാർച്ചിന് ഒന്ന്. ഓക്കെ, അവിടെ നിങ്ങൾ എന്ത് ചെയ്യും, അവിടെ വശങ്ങളുടെ നീളം എടുക്കണം.
ഏരിയ ഇതാണ്, പരപ്പളവ് ഇതാണ്. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും നിങ്ങൾ എടുക്കണം, നീളം വീതി നിങ്ങൾ എടുക്കണം. അതിന് എന്ത് ചെയ്താൽ മതിയാലോ? ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? L/B അല്ല എന്ത് 20. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് എടുക്കാമല്ലോ. 2 നമ്പറുകൾ ഗുണിച്ച് കഴിഞ്ഞാൽ 20 കിട്ടുന്ന നമ്പറുകൾ നോക്കിയാൽ മതി. 2 നമ്പർ ഇൻറ്റു ചെയ്താൽ 20 കിട്ടുന്ന നമ്പർ നോക്കിയാൽ മതിയടാ. അതാക്കി നിങ്ങൾ എടുത്താൽ മതി. അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് വരും? എന്താ ലെങ്ത് 5 × 4 അല്ലേ? എടുത്തൂടെ? 5 × 4 എന്താണ്? 20 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെടുക്കാം? ലെങ്ത് 5ഉം ബ്രെഡ്ത്ത് 4 എടുത്തിട്ട് വരച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ സാറേ ഇതെടുത്താൽ പോരെ എന്ന്. എന്ത് 20 × 1 എടുത്താൽ പോരെ? അതൊരു ചോദ്യമല്ലേ? 1 എടുത്താൽ പോരെ? ഇതെടുത്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്താരോ? നിങ്ങൾ 20 സെൻറ്റിമീറ്റർ 20 സെൻറ്റിമീറ്റർ കഴിഞ്ഞ ആ പേപ്പർ കഴിഞ്ഞാൽ കൂടി പോകും അല്ലേ? സ്കെയിൽ ആകപ്പാടെ 15 സെൻറ്റിമീറ്റർ ഉള്ളൂ. അപ്പോൾ ഇതെടുക്കരുത്. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സാധനം. ഇനി വേറെ എക്സാമ്പിൾ നോക്ക്. ഇത് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. 15 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ഉള്ള ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് അതേ ഏരിയ ഉള്ള വേറൊരു സ്ക്വയർ, അതേ പരപ്പളവുള്ള വേറൊരു സമചതുരം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക അല്ലേ? ഇല്ല, 2 നമ്പറുകൾ ഗുണിച്ച് കഴിഞ്ഞാൽ 15 കിട്ടണം. ഏതാ നോക്കുക അല്ലേ? ഏതൊക്കെയാണ്? 3 × 5 അല്ലേ? റെഡി അല്ലേ? അപ്പോൾ ഈ 5 എന്തെടുക്കുക? നീളാക്കി എടുക്കുക. ഈ 3 എന്താക്കി എടുക്കുക? വീതിയാക്കി എടുക്കുക. അത്ര പണി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് റെഡി അല്ലേ? അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഇത് റെഡി അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ സർക്കിളിലെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഇനി നമ്മൾ ടാൻജന്റിലേക്ക് പോകണം. കൺസ്ട്രക്ഷൻ എവിടെ നിന്നൊക്കെ ചോദിക്കാന്ന് അറിയാലോ? സർക്കിളിനും ടാൻജന്റ് എന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലേ? ഒരു 5 ക്വസ്റ്റ്യനിൽ 3 ഉറപ്പാണ്. ഞാൻ വീണ്ടും പറയുന്നു. ഓക്കെ, നമുക്ക് ഇതിലേക്ക് പോയാലോ? റെഡിയാണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നു. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് എന്താണ് 2.5 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 50 ഡിഗ്രി 60 ഡിഗ്രി വിത്ത് ഓൾ ഇറ്റ്സ് സൈഡ്സ്. ആ സെൻറ്റൻസ് ശ്രദ്ധിക്കണേ. വിത്ത് ഓൾ ഇറ്റ്സ് സൈഡ്സ് ടച്ചിങ് ദിസ് സർക്കിൾ. ഈ സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കണം. വിത്ത് ഓൾ ഇറ്റ്സ് സൈഡ്സ് ടച്ചിങ് ദ സർക്കിൾ. ഇത് എന്ത് വരയ്ക്കാനാണ് പറഞ്ഞത്? ട്രയാങ്കിളിൻ്റെ എന്താണ്? ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 50 ഡിഗ്രി വിത്ത് ഓൾ ഇറ്റ്സ്, അതായത് ട്രയാങ്കിളിൻ്റെ സൈഡുകൾ സർക്കിൾ ടച്ച് ചെയ്ത് വരയ്ക്കാനാണ് പറഞ്ഞത്. അതെന്താ സംഭവം? എന്ത് വരയ്ക്കാനുള്ള ചോദ്യം അറിയത്? അത് ഇൻസർക്കിൾ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യനാ. അങ്ങനെയാണ് ഇൻസർക്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ പോരെ? അല്ല, ഇടക്ക് ചോദ്യം ഇങ്ങനെ വരുന്നുണ്ട്. ഇടക്ക് ചോദ്യം ഇങ്ങനെ വരല്ലടാ, നമ്മൾ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട്. അതെന്താ ഇൻസർക്കിളിന്റെ പ്രത്യേകത നോക്കടാ. ഇൻസർക്കിൾ ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഇൻസർക്കിൾ നോക്ക്. ഇൻസർക്കിൾ എന്താണോ? ഇൻസർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇൻസർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ ട്രയാങ്കിളിന്റെ ഉള്ളിൽ സർക്കിൾ വരുന്നല്ലേ അല്ലേ? ഇതല്ല ഇൻസർക്കിള്. നമ്മൾ ഇതിന് മുമ്പ് വരച്ച എന്താണ്? ഇൻസർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തർവൃത്തം അല്ലെ? മലയാളത്തിൽ അന്തർവൃത്തം. ഓക്കെ, സർക്കം സർക്കിൾ എന്താണ്? ഇതാണ് എന്ത്? സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലയാളത്തിൽ എന്ത് വരടാ? എന്ത് വരും? പരിവൃത്തം എന്ന് വരും അല്ലെ? ഓക്കെ, അപ്പൊ എന്ത് മലയാളത്തിൽ എന്താ? പരിവൃത്താണ്. ഓക്കെ, റെഡിയാണേ? ഓക്കെ, മലയാളത്തിൽ ഇതെന്താ? സർക്കിളിന്റെ പരിവൃത്തമാണ് അല്ലെ? പരിവൃത്തം എങ്ങനെയാണോ വരയ്ക്കുക? പരിവൃത്തം ഇതല്ല സംഭവം. പരിവൃത്തം എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ ഉള്ളിൽ ട്രയാങ്കിൾ വരുന്നതാണ് അല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിനെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ വേണ്ടി വരാണ്. വിത്ത് ഓൾ ഇറ്റ് സൈഡ്സ് ടച്ചിങ് ദ സർക്കിൾ എന്നല്ല പറയുന്നത്. അതായത് ഈ ട്രയാങ്കിളിന്റെ സൈഡുകൾ, ഈ ട്രയാങ്കിളിന്റെ ഈ വശങ്ങള് വൃത്തത്തില് തൊടുന്ന രീതിയിൽ വരയ്ക്കാൻ പറഞ്ഞാൽ എന്ത് വരയ്ക്കാനുള്ള ചോദ്യമാണ്? അന്തർവൃത്തം അല്ലെങ്കിൽ ഇൻസർക്കിൾ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. റെഡി അല്ലേ? അത് ട്രയാങ്കിളിന്റെ സൈഡ് ഇതാ. മലയാളം ഈ വൃത്തത്തെ തൊടുന്ന ഈ വശങ്ങളെല്ലാം ഈ വൃത്തത്തെ തൊടുന്നതും കോണുകൾ. ഓക്കെ, വശങ്ങൾ വൃത്തത്തെ തൊടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ വരയ്ക്കേണ്ടത്? അന്തർവൃത്തമാണ്. ഈ പരിവൃത്തം വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. എന്ത് ചോദിക്കാറോ? ട്രയാങ്കിളിന്റെ വേർട്ടീസസ് സർക്കിളിന് ടച്ച് ചെയ്യുന്നത് അങ്ങനെ ചോദിക്കലുണ്ട്. ഇടയ്ക്ക് അങ്ങനെ ഒന്ന് ചോദിച്ചിന് ഒരു പ്രാവശ്യം. ഓക്കെ, അന്ന് കുട്ടികൾ വല്ലാണ്ട് പതറിപ്പോയി. ഏതാ ക്വസ്റ്റ്യൻ മനസ്സിലാവണില്ല. ഇൻസർക്കിൾ ആണോ, സർക്കം സർക്കിൾ ആണോ, അന്തർവൃത്തമാണോ, പരിവൃത്തമാണോ മനസ്സിലാവേണ്ടത്, എന്നാലും നമ്മൾ വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ്സ് തൊടുന്ന രീതി വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇൻസർക്കിൾ ആണ്, അന്തർവൃത്തമാണ്. ഇത് വേർട്ടിസസ് അല്ലെങ്കിൽ ട്രയാങ്കിളിന്റെ മൂലകൾ വൃത്തത്തിൽ തൊടുന്ന രീതി വരയ്ക്കാൻ പറഞ്ഞാൽ സർക്കം സർക്കിൾ. ജസ്റ്റ് പറഞ്ഞുള്ളൂ. ഓക്കെ, നമുക്ക് ഇതാ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെന്റിമീറ്റർ അല്ലേ? ആൻഡ് ഡ്രോ ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 50 ഡിഗ്രി 60 ഡിഗ്രി 70 ഡിഗ്രി വിത്ത് ഓൾ ഇറ്റ് സൈഡ്സ് ടച്ചിങ് ദിസ് സർക്കിൾ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് മനസ്സിലായി. ഇൻസർക്കിൾ ആണ് എന്ന് മനസ്സിലാക്കണം അവിടുന്ന്, അല്ലെങ്കിൽ പോയി അല്ലേ?
എന്താ നമുക്ക് അന്തർവൃത്തമാണ് വരയ്ക്കാനുള്ളത് അല്ലേ? അന്തർവൃത്തം മലയാളം ഞാൻ വായിക്കാം. ആരം 2.5 സെന്റിമീറ്റർ ആയ ഒരു വൃത്തം വരയ്ക്കുക. വശങ്ങളെല്ലാം ഈ വൃത്തത്തെ തൊടുന്നതും കോണുകൾ 50 ഡിഗ്രി 60 ഡിഗ്രി 70 ഡിഗ്രിയുമായ ത്രികോണം വരയ്ക്കുക. ഓക്കെ, ഇത് എത്ര മാർക്കിനാണ് ചോദിക്കാറോ? ഇത് എത്ര മാർക്കിനാണോ? 5 മാർക്കിനാണ് ഇത് ചോദിക്കാറ്. ഓക്കെ, 5 മാർക്കിനാണ് ചോദിക്കല്. ഒരു പണിയില്ല, ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണമല്ലോ? ഈ 50 ഡിഗ്രി 60 ഡിഗ്രി 70 ഡിഗ്രി ഇല്ലേ? ഈ 50 ഡിഗ്രി 60 ഡിഗ്രി 70 ഡിഗ്രി ഇല്ലടാ, ഇതെന്ത് ചെയ്യാറ് നിങ്ങൾ? ഇതിൻ്റെ ഒക്കെ നമ്മൾ സർക്കം സർക്കിള് പരിവൃത്തം വരയ്ക്കാൻ നമ്മൾ എന്താ ചെയ്ത്? ഇതിന്റെ ഡബിൾ എടുത്തിക്കല് ചെയ്തത്. ഇവിടെ എന്താ അറിയോ? ഇവിടെ ഡബിൾ അല്ല എടുക്കല്. ഇവിടെ നമ്മളെ ഡിഗ്രി ഏതൊക്കെ ആംഗിൾ ഏതൊക്കെയാണ്? 50 ഡിഗ്രി 60 ഡിഗ്രി 70 ഡിഗ്രി അല്ലേ? ഇതൊക്കെ അല്ലേ നിങ്ങൾ എന്താ ചെയ്യേണ്ടോ? 180 കുറച്ചേക്കാൻ വേണ്ടിയത്. മറ്റൊരു നമ്മൾ ഡബിൾ അതിനെടുത്ത്. ഇവിടെ അതങ്ങനെ, ഇവിടെ 180 നിങ്ങൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം 180 കുറച്ച് വെക്കുക. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, 180 50 കുറച്ചാൽ എത്രയാണ്? 130 ഡിഗ്രി. 180 60 കുറച്ചാൽ 120 ഡിഗ്രി. ഇതെത്രയാടാ വരിക? 110 ഡിഗ്രി. ഇവരെയാണ് നമുക്ക് ആവശ്യം. ഓക്കെ, റെഡിയാണേ? നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക്. എന്താ പറഞ്ഞത്? 2.5 സെന്റിമീറ്റർ ആരമുള്ള എന്ത് വരയ്ക്കാൻ പറഞ്ഞു? ഒരു വൃത്തം വരയ്ക്കുക അല്ലേ? എന്നാലും നമുക്ക് ഒരു വൃത്തം വരച്ചാലോ? വൃത്തം വരച്ചാലോ? ദൈവമേ, വൃത്തമാകണേ. ഒരു ഏകദേശം വൃത്തായി അല്ലേ? ഇല്ല, കുഴപ്പമില്ല. അത് മതി. അപ്പോൾ 2.5 സെന്റിമീറ്ററിലെ വൃത്തായി അല്ലേ? സർക്കിളായി. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? നമ്മൾ സർക്കിൾ വരച്ച പോലെ ഒരു റേഡിയസ് ഇങ്ങനെ അങ്ങോട്ട് വരച്ചേക്കാം. ഇനി പരിപാടി പ്രൊട്ടാക്ടർ മല കേട്ടോ. ഇനി പ്രൊട്ടാക്ടർ തീരുമാനിക്കും എന്താണ് പരിപാടി. ഇവിടെ വരയ്ക്കാം. പ്രൊട്ടാക്ടർ ഇങ്ങനെ അല്ല ഉണ്ടാവുക അല്ലേ? ഇങ്ങനെ ഉണ്ടാവുക. നമ്മളെ ഇതിൻ്റെ പോയിന്റ് വരും അല്ലേ? ഇതിൻ്റെ പോയിന്റ് വരും. ഓക്കെ, ഇതിൻ്റെ പോയിന്റ് ഇവിടെ 90 ആയിരിക്കും അല്ലേ? ഇവിടെ 10 20 അവിടെ നിന്ന് ഇങ്ങോട്ടും ഉണ്ടാവും അല്ലേ? നമുക്ക് ഇവിടെ നിന്ന് ഈ ആംഗിൾ മതി. 10 20 30 ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ആംഗിൾ 10 20 30 40 ഇങ്ങനെ ഈ ആംഗിൾ നമ്മൾ എടുക്കലും മേലുള്ള ആംഗിൾ വരും. മേലുള്ള കേട്ടോ 110 ഇങ്ങനെ വരും. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പ്രൊട്ടാക്ടർ എന്ത് ചെയ്യുക? ഇവിടെ അങ്ങോട്ട് വെച്ചിട്ട് ഫസ്റ്റ് ഇവൻ എടുക്കുക. അവനാണ് ഫസ്റ്റ് 130 ഡിഗ്രി അല്ലേ? ഇവിടെ വെച്ച് 130 ഡിഗ്രി ഏകദേശം ഇവിടെ വരും അല്ലേ? ഓക്കെ മക്കളെ, ഇത് കൂടെ വരയ്ക്കണേ. നോക്കിക്കല്ലേ കേട്ടോ, കൂടെ വരച്ച് നോക്കണം. 130 ഡിഗ്രി അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? 130 ഡിഗ്രി. ഓക്കെ, റെഡി അല്ലേ? ഇനി അടുത്ത് എന്താടാ? ഈ 120 ഡിഗ്രി ആക്കി നമുക്ക് എന്ത് ചെയ്യണം? ഈ പ്രൊട്ടാക്ടർ എന്ത് ചെയ്യുക? ഇങ്ങനെ ഇവിടെ പ്രൊട്ടാക്ടർ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. പ്രൊട്ടാക്ടർ നിങ്ങൾ മറ്റേ ഇമാജിനേഷൻ ചെയ്യട്ടോ. ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട് അല്ലേ? ഏകദേശം അങ്ങനെ ഉണ്ടാവും പ്രൊട്ടാക്ടർ. അങ്ങനെ വെക്കും അല്ലേ? ഇവിടെ കൊണ്ടുവെക്കും. ഓക്കെ, അപ്പോൾ എത്ര ആംഗിൾ വരുന്നത്? 120 ഡിഗ്രി അല്ലേ? പിന്നെ 120 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് ജോയിൻ ചെയ്യും. ഇവിടെ എന്താടാ? 120 ഡിഗ്രി. ഓക്കെ, അപ്പോൾ അടുത്ത ഓട്ടോമാറ്റിക്കലി എത്ര ആയിരിക്കും? 110 ഡിഗ്രി ആയിരിക്കും. അതിന് എടുക്കാൻ പോണോ? ഈ ആംഗിൾ എന്തായിരിക്കും? 110 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി എന്താണോ? ഇനിയാണ് പരിപാടി. ഇനി ഒരു പണിയില്ല. ഇനി നേരെ എന്ത് ചെയ്യാറോ? നിങ്ങൾ പ്രൊട്ടാക്ടർ എടുക്കുക. പ്രൊട്ടാക്ടർ എന്താ അറിയോ? പ്രൊട്ടാക്ടർ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇവിടെ കൊണ്ടുവെക്കണം കേട്ടോ. ഇവിടെ കൊണ്ടുവെക്കണേ. ഞാൻ ചെറുതാക്കി വേണേൽ ഇവിടെ വരച്ചുതരാം. പ്രൊട്ടാക്ടർ എങ്ങനെ ഉണ്ടാവുക? പ്രൊട്ടാക്ടർ ഏകദേശം ഞാൻ ചെറുതാക്കി വരയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ഇവിടെ ഞാൻ ചെറുതാക്കിയിട്ടാണ് വായിക്കണേ. പ്രൊട്ടാക്ടർ ഇവിടെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ 90 ഉണ്ടാവില്ല ഇവിടെ? ഇതിൻ്റെ പ്രൊട്ടാക്ടറിൻ്റെ സെൻറ്റർ ഇവിടെ കൊണ്ടുവെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 90 ഉണ്ടാവില്ലേ? അവിടെ ഒരു ഡോട്ട് ചെയ്യുക. ആ ഡോട്ട് ഇടുക. 90 ഡോട്ട് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യാറോ? ഈ 90ന്റെ ഡോട്ടും ഇവന്റെ ഈ അറ്റൂല ഇതങ്ങനെ അങ്ങോട്ട് യോജിപ്പിച്ചിട്ട് ഇങ്ങനെ നേരെ അങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, മനസ്സിലാവണ്ടോ? അടുത്ത ഞാൻ കാണിച്ചുതരാം. ഓക്കെ, ഇനി അതേപോലെ എന്ത് ചെയ്യുക? നിങ്ങൾ പ്രൊട്ടാക്ടർ എല്ലാത്തിനും നമുക്ക് എന്താ വരയ്ക്കേണ്ടത്? 90 ഡിഗ്രി വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടി. അത് നമ്മൾ കൂട്ടിമുട്ടിക്കുന്ന പരിപാടി കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യുക? ഈ പ്രൊട്ടാക്ടർ എന്ത് ചെയ്യുക? ഇവിടെ വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കുക. അവിടെ 90 ആയാൽ മതി. നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചത് അതേപോലെ ചെയ്തോ. ഞാനിങ്ങനെ പഠിപ്പിക്കില്ല കേട്ടോ. അപ്പോൾ എന്ത് വരും? ഇവിടെ 90 ഡിഗ്രി പ്രൊട്ടാക്ടർ ഇവിടെ വെച്ചിട്ട് ഇവിടെ 90 ഡിഗ്രി ഉണ്ടാവില്ല. അവിടെ ഒരു ഡോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഡോട്ടും ജോയിൻ ചെയ്തിട്ട് അങ്ങനെ അങ്ങോട്ട് എന്ത് ചെയ്യുക? നീട്ടി വരയ്ക്കുക അല്ലേ? നീട്ടി അങ്ങോട്ട് വരയ്ക്കുക. ഇങ്ങനെ വരും അല്ലേ? ഓക്കെ, ഇനി അതേപോലെ ഇവനും കൂടി വരയ്ക്കണ്ടാ. ഇവിടെ വെക്കുക. അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ വെക്കട്ടെ. അവിടെ 90 ആയാൽ മതി. എങ്ങനെയെങ്കിലും അവിടെ 90 ആയാൽ മതി കേട്ടോ. നീട്ടി ഇങ്ങനെ വരയ്ക്കുക അല്ലേ? ഓക്കെ, സെറ്റ്. പരിപാടി കഴിഞ്ഞു കേട്ടോ. എടാ ഇതൊന്നും ഇല്ല കേട്ടോ. ഇത് ഞാൻ പ്രൊട്ടാക്ടർ വരയ്ക്കുന്നത് കാണിച്ചു തന്നാ കേട്ടോ. ഇത്
ഇതിലല്ല. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ എന്ത് വരും? ഇനി ആംഗിൾ കൂടി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞിട്ട് ഇവിടെ 130 ഡിഗ്രി ആണെങ്കിൽ ഇല്ലേ ഇവിടെ എത്ര വരിക അറിയോ? 130 ഡിഗ്രി ആണെങ്കിൽ എത്ര വരിക? 50 അല്ലേ? 180 നായിട്ട് കുറച്ചാൽ മതി. ഇവിടെ എത്ര വരും? ഇവിടെ 110 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രി ആരാ വരിക? ഇത് രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞ് എന്ത് കിട്ടണം? 180 കിട്ടണം. അപ്പൊ എത്ര? ഇവിടെ എത്ര വരും? 70. ഇതും അതേപോലെ രണ്ടും കൂടി ആഡ് ചെയ്തതിന് എന്ത് കിട്ടണടാ? എനിക്ക് 180 ഡിഗ്രി കിട്ടണം. അപ്പൊ അവിടെ എത്ര വരും? 110ലേക്ക് എത്ര ഉണ്ട്? എത്ര? 60 ഡിഗ്രി. ഇത്രയേ ഉള്ളൂ. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇതെന്ത് പണി? ഒരു പണിയില്ല കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? ഇത് റെഡി ആണല്ലോ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ച്? സർക്കിൾ പഠിച്ച്, പിന്നെ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ട് അതേ ഏരിയ ഉള്ള സ്ക്വയർ അല്ലെ, ഒരു ചതുരം വരച്ചിട്ട് അതേ ഏരിയ ഉള്ള സമചതുരം വരയ്ക്കാൻ പഠിച്ച്. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഇൻസർക്കിൾ അല്ലെ. ഇൻസർക്കിൾ ക്വസ്റ്റ്യൻ ഇൻസർക്കിൾ വരയ്ക്കാനല്ല ചോദ്യം. എന്താ പറഞ്ഞത്? ചോദ്യം വീണ്ടും ശ്രദ്ധിക്കണേ. സൈഡ്സ് ടച്ചിങ് ദി സർക്കിൾ അല്ലെ. ട്രയാങ്കിളിന്റെ സൈഡ്സ് ടച്ചിങ് ദി സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസർക്കിൾ ആണ്. ഇൻസർക്കിൾ വരയ്ക്കാൻ ഡയറക്റ്റ് അല്ല ക്വസ്റ്റ്യൻ ചോദിച്ചത് കേട്ടോ, മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ വേർട്ടീസസ് ടച്ചിങ് ആണെങ്കിലോ, മൂലകൾ ടച്ചിങ് ആണെങ്കിൽ ഏതാണ്? സർക്കിൾ ആണ് അല്ലെ, പരിവൃത്തമാണ്. ഓക്കെ, റെഡിയാണേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ അല്ലേ? ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ക്വസ്റ്റ്യൻ വായിക്കട്ടെ ഞാൻ. ഇതുവരെ പറഞ്ഞൊക്കെ റെഡി അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റേഴ്സ്. ഓക്കെ, ആൻഡ് മാർക്ക് എ പോയിന്റ് P 6 സെന്റിമീറ്റർ away from its center. Draw the tangent to the circle from this point. Measure the length of the tangent. ഓക്കെ, 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. വൃത്തകേന്ദ്രത്തിൽ നിന്നും 6 സെന്റിമീറ്റർ അകലെ എന്ത് ചെയ്യുക? P എന്ന ബിന്ദു അടയാളപ്പെടുത്തുക. ഈ ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്ക് 2 തൊടുവരകൾ വരയ്ക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് 4 മാർക്കിനാണ് സാധാരണ ചോദിച്ച് കാണാറുള്ളത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു 70% വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, റെഡി ആണല്ലോ മക്കളെ? എന്നാലേ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് വരച്ചു നോക്കുക അല്ലേ? അപ്പൊ നിങ്ങൾ കൂടെ വരയ്ക്കണേ. എന്താണ്? ഞങ്ങൾ വിശ്വസിക്കട്ടെ, നിങ്ങൾ കൂടെ വരയ്ക്കണം. 3 സെന്റിമീറ്റർ എന്ത് ചെയ്യുക? ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ ആരമുള്ള എന്ത് വരയ്ക്കുക? ഒരു വൃത്തം വരയ്ക്കുക. വൃത്തമാവണേ. ഇത് മതി അല്ലേ? ഓക്കെ, ഇതൊക്കെ മതിയടാ. നിങ്ങളല്ലേ മാറ്റി വരയ്ക്കണോ? അതൊക്കെ മതി. ഓക്കെ, റെഡി അല്ലേ? 3 സെന്റിമീറ്റർ ആളുള്ള സർക്കിൾ വരയ്ക്കുക. പിന്നെ എന്താ നമ്മളോട് പറഞ്ഞത്? എ പോയിന്റ് P 6 സെന്റിമീറ്റർ away from its center. അതായത് എന്താ? വൃത്തകേന്ദ്രത്തിൽ നിന്നും 6 സെന്റിമീറ്റർ അകലെ P എന്ന ബിന്ദു അടയാളപ്പെടുത്തുക അല്ലെ. അപ്പൊ സർക്കിളിന്റെ സെന്റർ ഇതാണ് അല്ലെ. ഈ സെന്ററിന് എന്ത് ചെയ്യാ? ഞങ്ങള് 6 സെന്റിമീറ്റർ അപ്പുറത്ത് ഒരു ബിന്ദു എന്നല്ല, നേരായിട്ട് വരച്ചോ അല്ലേ? ബിന്ദു കട വെക്കട്ടെ, നേരെ അങ്ങോട്ട് വരച്ചോ. 6 സെന്റിമീറ്റർ അല്ലെ, 6 സെന്റിമീറ്റർ. ഓക്കെ, റെഡിയാണ്. ഇനി എന്താ പരിപാടി ആരോ? ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാറോ? ഇവന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. ഈ വരക്കില്ലടാ, ഈ 6 സെന്റിമീറ്ററിലെ വരക്കില്ലേ, ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അപ്പൊ കോമ്പസ് എന്ത് ചെയ്യുക? ഇവിടെ വെക്കുക, പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക, ഒരു ചാപം വരയ്ക്കുക. ആ ആർക്ക് എന്ത് ചെയ്യുക? ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഞങ്ങള് കട്ട് ചെയ്യുക അല്ലേ? ഓക്കെ, എന്നിട്ട് അങ്ങോട്ട് നീട്ടി വരച്ചോ അല്ലേ? ഇങ്ങനെ നീട്ടി വരച്ചോ. റെഡിയാണേ? ഇനി എന്ത് ചെയ്യാറോ? നിങ്ങൾ കോമ്പസ് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കാണ്ട് അതിന്റെ സെന്റർ കിട്ടാൻ പണിയൊക്കെ ചെയ്ത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇനി എന്ത് ചെയ്യുക? കോമ്പസ് ഇവിടെ വെച്ചിട്ട് ഒരറ്റത്തേക്ക് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് ഒരു സർക്കിൾ അങ്ങോട്ട് വരച്ചോ. ഇങ്ങനെ വരും. ഇനി നമ്മളെ പരിപാടി കഴിഞ്ഞ് 90% പരിപാടി കഴിഞ്ഞ് കേട്ടോ. അയ്യോ, കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ അല്ലേ? അത് മതി. ഓക്കെ, നമ്മളെ പരിപാടി കഴിഞ്ഞ്. അമ്മ എന്താ പറഞ്ഞത്? നമ്മൾ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് നോക്കണല്ലോ. ക്വസ്റ്റ്യൻ എന്തൊക്കെ പറയണമെന്ന് നോക്കണല്ലോ. ഇത് ഡ്രോ ടാൻജന്റ് ഫ്രം ദിസ് പോയിന്റ്, സെന്റർ ഡ്രോ ദ ടാൻജന്റ് ടു ദ സർക്കിൾ ഫ്രം ദിസ് പോയിന്റ്. അതായത് ഈ പോയിന്റ് P ഇവിടെ P പറഞ്ഞ പോയിന്റ് അല്ലടാ, അതെ P എന്ന് പറഞ്ഞ പോയിന്റ് നിന്ന് സർക്കിളിലേക്ക് ടാൻജന്റുകൾ വരയ്ക്കാൻ പറഞ്ഞു അല്ലേ? ആ ടാൻജന്റിന്റെ ലെങ്ത് മെഷർ ചെയ്യാൻ പറയണോ? തൊടുവരകൾ വരയ്ക്കുക, തൊടുവരകളുടെ നീളം അടയാളപ്പെടുത്തുക അല്ലെ, മെഷർ ചെയ്യണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? നേരെ ഇങ്ങോട്ട് ടാൻജന്റുകൾ വരച്ചാൽ പോരെ സ്കെയിൽ വെച്ചിട്ട്. പരിപാടി കഴിഞ്ഞ് 4 മാർക്ക് അവിടെ വീണ്. ഓക്കെ, റെഡി. 2 പ്രാവശ്യം 5 മാർക്കിനും ചോദിച്ചിരുന്നു കേട്ടോ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക?
ടാൻജന്റിന്റെ നീളം കാണണം. അതെന്താ കാട്ടുക? ടാൻജന്റ് നീളം കാണാൻ ഇക്വേഷൻ വെച്ച് ചെയ്യണോ? വേണ്ട, സ്കെയിൽ വെച്ച് അളന്നാ മതിയടാ. മെഷറല്ലേ പറഞ്ഞത്, സ്കെയിൽ വെച്ച് ഇവിടെ അങ്ങോട്ട് അളക്കുക. ഓക്കെ, അതെന്ത് ചെയ്യുക, അതങ്ങോട്ട് ചെയ്ത് അത് എഴുതാൻ മറന്നുപോയത് പല കുട്ടികൾക്കും മറന്നുപോയില്ലേ. ഒരു വരച്ച് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും അല്ലേ. അത് മറന്നുപോയത്, അത് സ്കെയിൽ വെച്ച് അളന്നാൽ അതിന് മാർക്ക് ഉണ്ടാവും കേട്ടോ. അതും കൂടി ഇതിന് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഇത് റെഡി ആണോ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, നമ്മളിത് വരച്ച് ഇനെന്താ സർക്കിൾ വരച്ച്, പിന്നെ റെക്റ്റാങ്കിൾ അതേ ഏരിയ ഉള്ള സ്ക്വയർ അല്ലേ, ചതുരത്തിന്റെ അതേ പരപ്പളവുള്ള സമചതുരം. പിന്നെ നമ്മളെന്താ വരച്ചത്? ഇതും വരച്ച് സർക്കിൾ പരിവൃത്തം വരച്ച്. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റെഡിയാണേ? അവസാനത്തെ ക്വസ്റ്റ്യൻ പോരട്ടെ. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 4 cm, 5 cm, 6 cm ആൻഡ് ഡ്രോ ഇറ്റ്സ് ഇൻ സർക്കിൾ അല്ലേ. ഇൻ സർക്കിൾ കാൽക്കുലേറ്റ് ഇറ്റ്സ് റേഡിയസ്. അതിന്റെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഇതിന്റെ മലയാളം വായിക്കുന്നുണ്ട്. വശങ്ങളുടെ നീളം 4 cm, 5 cm, 6 cm ആയ ത്രികോണം വരച്ച് അതിന്റെ അന്തർവൃത്തം വരയ്ക്കുക. അന്തർവൃത്തം വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ അല്ലെ. അന്തർവൃത്തം ഇൻ സർക്കിൾ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു വരയ്ക്കുക. അന്തർവൃത്തത്തിന്റെ ആരം കണക്കാക്കുക. ആരം കണക്കാക്കുക, നിങ്ങൾ അളന്ന് എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ എന്താ പരിപാടി അറിയോ? നമുക്കിതൊന്ന് മെല്ലെ ചെയ്ത് നോക്കുക. നിങ്ങൾ കൂടെ ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ് 4 cm, 5 cm, 6 cm അല്ലേ. നമ്മൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, ഇതേക്ക് ഞാൻ റഫ് ആയിട്ട് ഇവിടെ ഒന്ന് വരയ്ക്കുന്നുണ്ട്. നമ്മളെ ഈ ഇതിന്റെ ആൻസറിന്റെ ഔട്ട്പുട്ട് ഏകദേശം ഇങ്ങനെയൊക്കെ വരിക അല്ലേ. ഇഷ്ടമുള്ള പോലെ വയ്ക്കുക. ഇവിടെ 6 cm ഞാൻ എടുക്കുകയാണ്, ഇവിടെ 4 cm എടുക്കുകയാണ്, ഇവിടെ 5 cm എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മളെ ഇതിന്റെ ഇത് വരിക അല്ലേ, ആൻസർ വരിക. അപ്പം നമുക്ക് ഇത് കറക്റ്റ് അളന്ന് എഴുതണമല്ലോ മക്കളെ. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ ഒറ്റൊരു കാര്യം പറയട്ടെ. നമുക്ക് ഇൻ സർക്കിൾ ഇങ്ങനെ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് വളരെ സമാധാനത്തിൽ ചെയ്യണം. ഈ പ്രശ്നം എന്താ പറയുക, ഈ സർക്കിളൊന്നും ഇങ്ങനെ അങ്ങോട്ട് മാറി നിൽക്കും. ഞാൻ കാണിച്ചു തരാം. പലർക്കും ഉണ്ടാകുന്ന ചോദ്യമാണ്. ചിലവരുടെ സർക്കിളില്ലേ ഇങ്ങനെ അങ്ങോട്ട് നിൽക്കും. ഒരു ചെയ്യുന്ന പണി എന്താ അറിയോ? ഇത് ടീച്ചർമാർക്ക് മനസ്സിലാവില്ല എന്നപോലെ വിചാരം. ചെറിയൊരു ഇതൊക്കെ ഉണ്ടെങ്കിൽ ചെയ്താൽ പറ്റും, വലുത് ഇങ്ങനൊന്നും ചെയ്യാൻ നിൽക്കരുതേ. അപ്പൊ നിങ്ങൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ? എന്ത് ചെയ്താൽ മതി? വളരെ സമാധാനത്തിൽ വളരെ ശാന്തമായി വരച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സർക്കിൾ ഇതിൻ്റെ ഉള്ളിൽ വരികടാ. നിങ്ങൾ 5 cm, 6 cm 6 cm ഇട്, 4 4 ഇട്, 5 5 ഇട്. ഇത് എടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ വരും. പിന്നെ നിങ്ങൾ എന്തിനാ വേറെ ഇതാവുന്നത്, വേറെ വരയ്ക്കാൻ പോകുന്നത്? ഓക്കെ, എന്താ ഞാൻ ചെയ്യട്ടെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് ഏകദേശം ഇതേപോലെ ചെയ്യാം അല്ലേ. 6 cm എന്ത് ചെയ്യുക, സ്കെയിലിൽ എന്ത് ചെയ്യുക, എടുത്ത് വരയ്ക്കുക. ഓക്കെ, പിന്നെ അവിടെ എനിക്ക് 4, ഇപ്പുറത്ത് 5 കിട്ടണം. അത് എന്ത് ചെയ്യണം? അതിന് കോമ്പസ് വേണം. കോമ്പസിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 4 cm എടുക്കുക. കോമ്പസിൽ 4 cm എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒരാർക്ക് വരയ്ക്കുക. അതേപോലെ എന്ത് ചെയ്യുക? 5 cm കോമ്പസിൽ എടുത്തിട്ട് എന്ത് ചെയ്യുക? ഈ ആർക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരച്ചാലുണ്ടടാ, ഇത് കറക്റ്റ് ഇവിടെ 4 cm വരും, ഇവിടെ 5 cm വരും. അപ്പൊ ട്രയാങ്കിളായി. ഇനി എന്ത് വരയ്ക്കാനുള്ളൂ? ഇനി ഇൻ സർക്കിൾ അല്ലേ. അന്തർവൃത്തം വരയ്ക്കേണ്ട പണിയുള്ളൂ എനിക്കുള്ളൂ. ആ മക്കളെ, അന്തർവൃത്തം വരയ്ക്കുന്നത് അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ, കൂടെ നിൽക്കണേ. ഈ പരിപാടി നിങ്ങൾ വളരെ വ്യക്തമായി വളരെ ശാന്തമായി എടുക്കണം, അല്ലെങ്കിൽ പണി പാളും. നോക്കിക്കോ, ഇങ്ങനത്തെ പരിപാടി വരോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ സർക്കിളില്ലേ, ഇൻ സർക്കിളിന്റെ സെന്റർ കിട്ടണം. ആ സെന്റർ കിട്ടിയാലല്ലോ നമുക്ക് അവിടെ വെച്ചിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സെന്റർ കിട്ടാനുള്ള പരിപാടി ഞാൻ എടുക്കുന്നത്, നമുക്ക് ആംഗിൾ ബൈസെക്ടർ വരയ്ക്കണം അല്ലേ. പേര് പോലെ അത്ര വലിയ സംഭവം ഒന്നല്ല. അത് നിങ്ങൾ എന്ത് ചെയ്യാറോ കോമ്പസ് ഇങ്ങനെ കോമ്പസ് ഒരളവിനെ ഇങ്ങനെ ഇതാക്കി കളിക്കരുത്. ഒരളവിലവിടെ വെച്ചോ. വലിയ അളവല്ല, ചെറിയ അളവിൽ കേട്ടോ. ഏകദേശം കുറച്ച് ചെറിയ അളവിൽ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാറോ, ഇവിടെ കോമ്പസ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരയ്ക്കുക. കോമ്പസ് ഇളക്കണ്ട, അങ്ങനെ തന്നെ വെച്ചോ. ഇനി ആ കോമ്പസ് എന്ത് ചെയ്യുക? കോമ്പസ് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക. അതേപോലെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. മക്കളെ വരയ്ക്കണേ. ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ട് അങ്ങ് പറഞ്ഞിരുന്ന അറിയോ? ഇതിങ്ങനെ കൂടി നീട്ടി വരച്ചാൽ ഇതിന്റെ ആംഗിൾ ബൈസെക്ടർ കേട്ടോ. എന്നിട്ട് വരച്ചാൽ മതി. ഇനി അതേപോലെ എന്ത് ചെയ്യുക? ഇവിടെ നിങ്ങൾ വരയ്ക്കുക, ഇവിടെയും വരയ്ക്കുക. ആ കോമ്പസ് ഇളക്കണ്ട, അങ്ങനെ തന്നെ വെച്ചോ അല്ലേ. എന്താ പറഞ്ഞത്? ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ വെക്കണം അല്ലേ. ആദ്യം ഇവിടെ വെക്കണം, 2 സ്ഥലത്ത് വെച്ചിട്ട് ഇവിടെ വരയ്ക്കുക. പിന്നെ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുക. മനസ്സിലാവുണ്ടെന്നല്ലോ അല്ലേ. ഇതെന്ത് ചെയ്യുക? ഇത് ജോയിൻ ഇങ്ങനെ ജോയിൻ ചെയ്യുക അല്ലേ. ജോയിൻ ചെയ്യുക, അതായത് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ അങ്ങനെ പോകുന്ന രീതി വരയ്ക്കാം ഈ ആർക്കിൻ്റെ. അപ്പോൾ അത്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് നമ്മളെ ഇൻ സർക്കിളിൻ്റെ സെൻറ്റർ. ഓക്കെ, അവിടെ ഇൻ സർക്കിൾ വരച്ചാൽ പോരെ അല്ലേ.
ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിച്ച് വരച്ചോളാൻ വേണ്ടിയിട്ടത് ഇൻസർക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും. ഇത് വളരെ ശാന്തമായി വരയ്ക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഇൻസർക്കിൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് ഇങ്ങനെ ആയിട്ട് കറക്കിയാൽ മതി അല്ലേ. അയ്യോ അടിപൊളി. അപ്പോൾ ഇതാണെന്ത് നമ്മളെ ഇൻസർക്കിൾ. റെഡി അല്ലേ? ഞാൻ ഒന്നുകൂടി പറയുന്നത്, ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഈ സാധനമൊക്കെ വരയ്ക്കുമ്പോൾ നല്ല വരച്ചോളി വേണ്ടിട്ടോ. ഓക്കെ, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കലുണ്ട്. എന്താ അറിയോ ഇതാ 5 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ഉള്ള ട്രയാങ്കിൾ വരച്ച് അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 60 ഡിഗ്രിയാണ്. അതിൻ്റെ ഇൻസർക്കിൾ വരയ്ക്കാൻ അത് 5 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ വശങ്ങളും അതിൻ്റെ ഇടയിലുള്ള കോണം 60 ഡിഗ്രിയുമായ ത്രികോണം വരയ്ക്കുക. ത്രികോണത്തിന് എന്ത് ചെയ്യുക, അന്തർവൃത്തം വരയ്ക്കുക. അപ്പോൾ അന്തർവൃത്തം വരയ്ക്കേണ്ട സ്റ്റെപ്പുകളൊക്കെ തന്നെയാണ്. പക്ഷെ ത്രികോണം എങ്ങനെ, ഈ ത്രികോണം എങ്ങനെ വരയ്ക്കാം, ത്രികോണം വരയ്ക്കുക. അത് നിങ്ങൾ എന്ത് ചെയ്യുക, 5 സെൻറ്റിമീറ്റർ എടുക്കുക അല്ലേ. 5 സെൻറ്റിമീറ്റർ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രൊട്ടാക്ടർ ഇവിടെ വെച്ചിട്ട് ഇത്ര 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ വരയ്ക്കുന്ന വരല്ലേ അത് 4 സെൻറ്റിമീറ്റർ സ്കെയിൽ വെച്ച് വരച്ചാൽ മതി. ഓക്കെ, 4 സെൻറ്റിമീറ്റർ ഇതങ്ങോട്ട് ജോയിൻ ചെയ്യുക. ഈ വശത്തിൻ്റെ ഒന്നും പറഞ്ഞില്ലല്ലോ, അത് അങ്ങോട്ട് ജോയിൻ ചെയ്യും. ഇനി ഇതേപോലെ നിങ്ങൾ വരയ്ക്കണം കേട്ടോ. ഇതേപോലെ വരച്ച് കഴിഞ്ഞാൽ അവിടെ ഇൻസർക്കിൾ. ഓക്കെ മക്കളെ, കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ. 5 ക്വസ്റ്റ്യൻ ഞാൻ വളരെ വ്യക്തമായി നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ 3 എണ്ണം എക്സാമിന് എന്തായാലും വരും. ഇതെൻ്റെ കോൺഫിഡൻസ് അല്ല, ഇതിൻ്റെ അഹങ്കാരമാണ്. കൂട്ടിക്കോ, റാൻസ് ആണ് പറയുന്നത്. എന്തായാലും വരും. ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾക്ക് എന്തായാലും ഉഷാറായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ മക്കളെ, അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, ഗുഡ് ബൈ.